നമസ്കാരം. സിഗ്നേച്ചർ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം പേയാടിന് സമീപം അരുവിപ്പുറം എന്ന് പറയുന്ന ഒരു മനോഹരമായ ലൊക്കേഷനിലാണ്. അവിടെ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു മോഡേൺ കണ്ടംപററി ഡിസൈനിൽ പണിയെടുപ്പിച്ചിട്ടുള്ള ഒരു 4 BHK വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഏകദേശം 4.25 സെൻറ്റ് ലാൻഡിൽ 1700 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളായിട്ടാണ് ഈ വീട് പണിയെടുപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ വീടിൻ്റെ വിശേഷങ്ങളാണ്. ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടെ 4 വില്ലകൾ മാത്രമാണ് ഉൾപ്പെടുന്നത്. അതിൽ അവസാനം പണി തീർന്നിട്ടുള്ള ഇനി വിൽപ്പനയ്ക്കായിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ വീടിന് 2 എൻട്രൻസാണ് നൽകിയിട്ടുള്ളത്. വീടിന് ഫ്രണ്ടിലായിട്ട് ഒരു എൻട്രൻസും വീടിൻ്റെ ഇടതുവശത്ത് മെയിൻ റോഡ് സൈഡിലായിട്ട് ഒരു എൻട്രൻസുമാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാണുന്ന കവേർഡ് കാർ പാർക്കിങ്ങിൽ 2 സൈഡിൽ നിന്നും എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ ഈ സൈഡിൽ നിന്ന് ഇവിടെ ഒരു കാർ പാർക്ക് ചെയ്യാനും നേരെ വീടിൻ്റെ മുൻവശത്തായിട്ട് കവേർഡായിട്ടുള്ള കാർ പാർക്കിങ്ങിൽ മറ്റൊരു കാറും പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ വീടിന് ഒരു കൊച്ചു സിറ്റ് ഔട്ടാണ് നൽകിയിരിക്കുന്നത്. ഇൻ്റർലോക്കിട്ട് മനോഹരമാക്കിയ മുറ്റത്ത് നിന്ന് നമ്മൾ നേരെ സിറ്റ് ഔട്ടിലേക്കാണ് എൻട്രൻസ് ചെയ്യുന്നത്. ചെറിയൊരു ജനലും മനോഹരമായ ഒരു ഫർഗോളയും ഈ സിറ്റ് ഔട്ടിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ ലിവിങ്ങിലേക്ക് എൻ്റർ ചെയ്യുന്നത് മനോഹരമായ ഒരു തേക്കിൻ്റെ ഡബിൾ ഡോർ തുറന്നാണ്. തികച്ചും അട്രാക്റ്റീവായി ക്രമീകരിച്ച ഒരു ലിവിങ്ങാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. ഇവിടെയാണ് നമ്മുടെ ലിവിങ്ങിൻ്റെ സ്ഥാനം. മനോഹരമായ വാൾപേപ്പർ നൽകിയ വാൾസാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കൂടാതെ ഈ സൈഡിലായിട്ട് ചെറിയൊരു പൂജാ മുറിക്കുള്ള സൗകര്യവും നൽകിയിട്ടുണ്ട്. മനോഹരമായ ഒരു ലിവിങ്ങാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ലിവിങ്ങിൽ തന്നെയാണ് ബ്യൂട്ടിഫുള്ളായി വാൾപേപ്പറൊക്കെ നൽകി മനോഹരമാക്കിയ ഒരു TV യൂണിറ്റ് നൽകിയിട്ടുള്ളത്. ഈ TV യൂണിറ്റിന് സമീപത്തായി തന്നെയാണ് ഡൈനിങ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ സ്പേഷ്യസായ ഒരു ലിവിങ് തന്നെയാണ്. ഈ ലിവിങ്ങിന് സമീപത്തായിട്ട് ഒരു ടേബിൾ ടോപ്പിൻ്റെ വാഷ് ഏരിയയും ക്രമീകരിച്ചിട്ടുണ്ട്. മനോഹരമായിട്ട് ആർട്ടിഫിഷ്യൽ പുല്ലൊക്കെ നൽകി ബ്യൂട്ടിഫുള്ളായി തന്നെ ചെയ്ത ഒരു വാഷ് ഏരിയയാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ സ്പേഷ്യസായ 14x10 എന്ന റേഷ്യോയിൽ ക്രമീകരിച്ച ഒരു റൂമാണിത്. മനോഹരമായ വൈറ്റിൻ്റെ ഒരു കബോർഡാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 3 ഡോറിൻ്റെ ഒരു കബോർഡ് തന്നെയാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ ചുവരുകൾക്കെല്ലാം മനോഹരമായ വാൾപേപ്പർ ഡിസൈൻ നൽകി ബ്യൂട്ടിഫുള്ളായി തന്നെയാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ എല്ലാം തയ്യാറാക്കിയിട്ടുള്ളത്. മനോഹരമായ ഒരു ഓപ്പൺ കിച്ചനാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. ഒരു മോഡുലാർ ടൈപ്പായി തയ്യാറാക്കിയ ഒരു മനോഹര കിച്ചനാണ് ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. ഒരു ലൈറ്റ് ഗ്രീനിൻ്റെ കോംബോയാണ് ഇവിടുത്തെ കബോർഡ്സിലെല്ലാം നൽകിയിട്ടുള്ളത്. കൂടാതെ ഒരു കൺസീൽഡായ ഫാബറിൻ്റെ ഒരു ഇലക്ട്രിക് സ്റ്റൗ ഇവിടെ നൽകിയിട്ടുണ്ട്. ഒപ്പം ഫാബറിൻ്റെ തന്നെ ഒരു മനോഹരമായ ചിമ്മിനിയും ഇതോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് താഴെയും മുകളിലുമായിട്ട് ക്രമീകരിച്ച മനോഹരമായ ഒരു കിച്ചൺ തന്നെയാണ് ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകതകളിലൊന്ന്. കൂടുതൽ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഒരു വർക്ക് ഏരിയയും ഈ കിച്ചനോടൊപ്പം അറ്റാച്ച് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സൗകര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി തന്നെയാണ് ഈ വർക്ക് ഏരിയയും ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു കിച്ചൺ സിങ്കും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും വർക്ക് ഏരിയയുമായിട്ട് ക്രമീകരിച്ച ഒരു മനോഹരമായ ഒരു ഏരിയ തന്നെയാണ് ഇതിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത. ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് ഏരിയയാണ്. മനോഹരമായ ഒരു ഹാൻഡ് റെയിൽ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഷിംഗ് മെഷീൻ വയ്ക്കാനും ചെറിയ ഒരു ടേബിളൊക്കെ ക്രമീകരിക്കാൻ കഴിയുന്ന രീതിയിൽ ക്രമീകരിച്ച ഒരു ലിവിങ് ഏരിയയാണ് ഫസ്റ്റ് ഫ്ലോറിൽ നൽകിയിട്ടുള്ളത്. 3 ബെഡ്റൂമുകളാണ് വരുന്നത്. അറ്റാച്ചായി ക്രമീകരിച്ച സ്പേഷ്യസായ 3 ബെഡ്റൂമുകൾ. അതിൽ ആദ്യത്തെ റൂമിലേക്ക് നമുക്ക് പോകാം. അറ്റാച്ചായി ക്രമീകരിച്ച ഫസ്റ്റ് ബെഡ്റൂമാണിത്. വളരെ സ്പേഷ്യസായ ഒരു റൂം തന്നെയാണിത്. ഇവിടെയും നമുക്ക് മനോഹരമായ ബ്ലാക്ക് കളർ നൽകിക്കൊണ്ട് ക്രമീകരിച്ച 3 ഡോറിൻ്റെ ഒരു കബോർഡ് ഇവിടെ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു റൂം തന്നെയാണ്. ഇൻറ്റീരിയറിനെല്ലാം വളരെ കളറിനുമൊക്കെ വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കൂടാതെ വാൾപേപ്പർ കൊണ്ട് മനോഹരമാക്കിയ വാൾസ് തന്നെയാണ് ഈ റൂമിന് നൽകിയിട്ടുള്ളത്. ഇതാണ് രണ്ടാമത്തെ റൂമായിട്ട് ക്രമീകരിച്ചിട്ടുള്ളത്. 2 സൈഡിലായിട്ട് ക്രമീകരിച്ച നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. മനോഹരമായ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന ഒരു വാൾപേപ്പർ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ റൂം അറ്റാച്ച് തന്നെയാണ്. നമുക്ക് ബെഡ്റൂമായോ സ്റ്റഡി റൂമായിട്ടോ കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ റൂം തയ്യാറാക്കിയിട്ടുള്ളത്. ഇതാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ക്രമീകരിച്ചിട്ടുള്ള സ്പേഷ്യസായ 3ാമത്തെ റൂം. ഇത് നമുക്ക് മാസ്റ്റർ ബെഡ്റൂമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു 4 ഡോറിൻ്റെ ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടുന്ന മനോഹരമായ ഒരു ബ്ലാക്ക് കളർ കോംബോയിൽ ക്രമീകരിച്ച ഒരു കബോർഡ്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് എല്ലാം ഉള്ളതുപോലെ തന്നെ വിശാലമായ ഒരു ഡബിൾ കോട്ടിൻ്റെ കട്ടിൽ നമുക്കിവിടെ പ്ലേസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഈ വീടിൻ്റെ ഈ റൂമിലും മനോഹരമായ വാൾപേപ്പർ കൊണ്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്ത ഒരു വാൾസ് തന്നെയാണ് കളർ കോംബോ ആയിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത, ഈ ബെഡ്റൂമിൽ നിന്നുമാണ് നമ്മൾ ഓപ്പൺ ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്നത്. വളരെ സ്പേഷ്യസായ ഒരു ഓപ്പൺ ബാൽക്കണിയാണ് ഈ വീട്ടിന് ക്രമീകരിച്ചിട്ടുള്ളത്. ടൈലെല്ലാം നൽകി ബ്യൂട്ടിഫുള്ളായി ചെയ്ത ഹാൻഡ് റെയിലൊക്കെ നൽകിയ ഒരു അത്യാവശ്യം സ്ഥല സൗകര്യങ്ങളുള്ള ഒരു ഓപ്പൺ ബാൽക്കണി തന്നെയാണ് ഈ വീടിൻ്റെ ഈ റൂമിനോടൊപ്പം ചേർത്ത് നൽകിയിട്ടുള്ളത്.
വളരെ മനോഹരമായ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. 4.25 സെൻറ്റിൽ 1700 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച് ബാത്റൂം ഉൾപ്പെടെയാണ് ഈ വീടിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. വീട് വില എന്ന് പറയുന്നത് 77 ലക്ഷം രൂപയാണ്. അത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഈ വീട് വാങ്ങുവാൻ താല്പര്യപ്പെടുന്നവർ നമ്മുടെ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.